വെൽക്കം ഓൾ ഓഫ് യു. ഞാൻ ഫെൽസി ഷൈജ, കോപ്പ ട്രേഡ് ഇൻസ്ട്രക്ടർ, ജൂബിലി മെമ്മോറിയൽ ഐടി, ആലപ്പുഴ. ഡിയർ സ്റ്റുഡൻസ്, I hope all of you are ready to conquer some more concepts from JavaScript. പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർ ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്, അതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് മേ ബി എ കോമ്പിനേഷൻ ഓഫ് കീവേഡ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. അതായത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് കീവേഡ്സ്, രണ്ടാമത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, മൂന്നാമത്തത് യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. കീവേഡ്സ്. കീവേഡ്സ് ആർ വേർഡ്സ് വിത്ത് സ്പെഷ്യൽ മീനിങ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദാറ്റ് മീൻസ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പ്രത്യേക അർത്ഥമുള്ള വാക്കുകളാണ് കീവേഡ്സ്. ആ വാക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കായിട്ടത് തിരുത്താനോ എന്തെങ്കിലും സ്പെല്ലിംഗ് മാറ്റാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയാണ് ആ വാക്ക് എഴുതുന്നതെങ്കിൽ ഒരു സിൻടാക്സ് എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ നെയിംസ്. ഐഡൻറ്റിഫയർ നെയിംസ് ആയിട്ട് കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഐഡൻറ്റിഫയർ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അതേപോലെ എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാസ് എ സെറ്റ് ഓഫ് കീവേഡ്സ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ആ ലാംഗ്വേജിൻ്റേത് മാത്രമായ കുറച്ച് കീവേഡ്സ് ഉണ്ടാകും. അടുത്തത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് അതർ ദാൻ ആൽഫബറ്റ്സ് ഓർ ന്യൂമറിക്. അതായത് നമ്മൾ കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ആൽഫബറ്റ്സും ന്യൂമറിക്കും അല്ലാത്ത കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സിനാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കേളി ബ്രാക്കറ്റ്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾസ്, സെമിക്കോളൻ, ഫുൾ കോളൻ, അങ്ങനെ മറ്റെല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും. അടുത്തത് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമർ ക്യാൻ ഡിഫൈൻ ദാറ്റ് വേർഡ്സ്. അതായത് വേർഡ്സ് ഓർ ഐഡൻറ്റിഫയേഴ്സ് ഡിഫൈൻഡ് ബൈ ദ പ്രോഗ്രാമർ. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് ആർ യുണീക്ക് നെയിംസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ പ്രോഗ്രാം എലമെൻറ്റ്സ് ലൈക്ക് വേരിയബിൾസ്, ഫങ്ഷൻ, സ്ട്രക്ചേഴ്സ്, എക്സെട്ര. അതായത് യുണീക്ക് നെയിംസ് ആയിരിക്കണം, അതേപോലെ മറ്റൊരു പേരുണ്ടാകാൻ പാടില്ല. പ്രോഗ്രാം എലമെൻസിനെ, പ്രോഗ്രാം ഐറ്റംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന യുണീക്ക് ആയിട്ടുള്ള പേരുകളാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആയിരിക്കും. അടുത്തത് വേരിയബിൾസ് ആണ്. പ്രോഗ്രാമിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് വേരിയബിൾസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദേ ആർ ദ കണ്ടെയ്നേഴ്സ് ദറ്റ് ഹോൾഡ് അവർ ഡേറ്റ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഹോൾഡ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സാണ്. and it is used to store data referenced and manipulated in our program. നമ്മൾ പ്രോഗ്രാമിൽ റെഫർ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. Again, they provide a label for data and store it in the computer memory. ഒരു ലേബൽ കൊടുക്കുന്നു, അതായത് നെയിം ചെയ്യുന്നു. ഡേറ്റയ്ക്ക് പേര് കൊടുക്കുന്നു, അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നു, കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഈ വേരിയബിൾ നെയിംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ റൂൾസ് നോക്കാം. എ വേരിയബിൾ നെയിം മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ, ദാറ്റ് ഈസ് ABCD, എനി ആൽഫബറ്റ്, ദെൻ എ $sign ഓർ an underscore. വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ആൽഫബറ്റ്, അല്ലെങ്കിൽ $sign, അല്ലെങ്കിൽ അണ്ടർസ്കോർ. നെക്സ്റ്റ് വൺ, ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഡിജിറ്റ്സ്. 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് അത് ഉൾക്കൊള്ളാം. ആൻഡ് ദർ കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. ലോവർ കേസ്, അപ്പർ കേസ് ക്യാരക്ടേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്തത്, ദേ ഷുഡ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസസ്. കീബോർഡിലുള്ള സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് ഒരു വേരിയബിൾ നെയിമിൽ ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. ഒരു കീവേഡ് ആകാൻ പാടില്ല. കീവേഡ് എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഈ വേരിയബിൾ നെയിം അല്ല വേരിയബിൾസ് പറയുന്നതിനോടൊപ്പം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കോൺസ്റ്റൻസും
literals. Constant is a value that cannot be altered by the program during the normal execution. നമ്മൾക്ക് പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസിന്, അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന വാല്യൂസ്, അതാണ് കോൺസ്റ്റൻസ്. അടുത്ത ലിറ്ററൽസ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ വാല്യൂ ദാറ്റ് സ്റ്റോർഡ് യൂസിങ് ആൻ ഐഡൻറ്റിഫയർ. നമ്മൾ നേരത്തെ കണ്ട വേരിയബിൾസ് അതേപോലെയുള്ള ഐഡൻറ്റിഫയർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആക്ച്വൽ വാല്യൂസിനെയാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വേരിയബിളും കോൺസ്റ്റൻറ്റും ലിറ്ററലും മൂന്നിനെ ഒന്ന് കമ്പയർ ചെയ്ത് ഞാൻ പറയാം, നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എ വേരിയബിൾ ഈസ് എ നെയിം ദാറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ്സ് എ നെയിം. വേരിയബിൾ എന്ന് പറയുന്ന ഒരു നെയിമാണ്. ആൻഡ് ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. വാല്യൂസ് മാറിക്കൊണ്ടിരിക്കാം, വേരി ചെയ്യാം. വേരിയബിൾ, ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും വേരി. അതിൻ്റെ വാല്യൂസ് പലപ്പോഴായിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പല വാല്യൂസ് ആ വേരിയബിളിന് കിട്ടാം. അടുത്ത കോൺസ്റ്റൻറ്റ്, അതും ഒരു നെയിമാണ് ദാറ്റ് റെപ്രസെൻറ്റ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. വേരിയബിളും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വേരിയബിളിൻ്റെ വാല്യൂസ് വേരി ചെയ്യാം, പക്ഷേ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇറ്റ് വിൽ ബി ദ സെയിം. പ്രോഗ്രാമിലുടനീളം ഒരേ വാല്യൂ തന്നെയായിരിക്കും ഒരു കോൺസ്റ്റൻറ്റിന് ഉണ്ടാകുന്നത്. പിന്നെ ലിറ്ററൽ, അത് ആ വാല്യൂ ഇറ്റ് സെൽഫ്, ഇറ്റ്സ് നോട്ട് എ നെയിം. നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റിനും വേരിയബിളും ഒക്കെ ഒരു നെയിം വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബട്ട് ലിറ്ററൽ എന്ന് പറയുന്നത് ആ വാല്യൂ, ആക്ച്വൽ വാല്യൂ ആണ്. ഇറ്റ് ക്യാൻ ബി എ നമ്പർ, എ ക്യാരക്ടർ ഓർ എ സ്ട്രിങ്. നിങ്ങൾ ആ എക്സ്പ്രഷൻ ഒന്ന് നമുക്ക് ഒരു എക്സ്പ്രഷൻ നോക്കാം. n = 9 അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് n = 9 എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് വേരിയബിളാണ് ആൻഡ് 9 ഈസ് എ ലിറ്ററൽ. വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നിങ്ങളൊരു ഇക്വേഷൻ നോക്കുക. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, സർക്കംഫറൻസ് = 2 × π × റേഡിയസ്. അങ്ങനെയാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നത്. അതിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എഴുതുമ്പോൾ അതിലൊരു മെത്തേഡ് ഞാൻ കാണിക്കാം. റേഡിയസ് = 3, സർക്കംഫറൻസ് = 2 × 3.1 × റേഡിയസ്. ഇവിടെ ആ റേഡിയസ് എന്ന് പറയുന്നതാണ് വേരിയബിൾ. ആ വേരിയബിളിൻ്റെ വാല്യൂ ആദ്യമേ കൊടുത്തിട്ടുണ്ട് 3 എന്ന്. ഇതിൽ 2 എന്ന് വരുന്നതും 3.14 എന്ന് വരുന്നതും ലിറ്ററൽ എന്ന് നമുക്ക് പറയാം. റേഡിയസ് വേരിയബിൾ എന്ന് പറയാം. അതിൽ മറ്റു വന്നിരിക്കുന്ന 2ഉം 3.14ഉം ലിറ്ററൽസ്. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ സെയിം കാര്യത്തിൻ്റെ തന്നെ വേറൊരു മെത്തേഡ്. ആദ്യമേ പറഞ്ഞിരിക്കുന്നു കോൺസ്റ്റ് pi = 3.14, റേഡിയസ് = 3, സർക്കംഫറൻസ് = 2 × π × റേഡിയസ്. ഇവിടെ റേഡിയസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയബിളാണ്. പൈ എന്ന് എഴുതിയിരിക്കുന്നതിന് നമുക്ക് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് പറയേണ്ടത്. പൈയെ കോൺസ്റ്റൻ്റ് എന്ന് പറയണം. പക്ഷെ നേരത്തെ മെത്തേഡിൽ പി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചില്ല. ആ പൈ എന്നുള്ളതിൻ്റെ വാല്യൂ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അതൊരു ലിറ്ററലായിട്ട് മാറി. അതിനെ നമുക്ക് ലിറ്ററൽ എന്നാണ് വിളിക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3.14 pi = 3.14 ആ വാല്യൂവിന് പ്രോഗ്രാമിൽ ഉടനീളം യാതൊരു ചേഞ്ചും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഈ റേഡിയസ് എന്ന് പറയുന്നത് അത് വേറൊരു സർക്കിളിൻ്റെ റേഡിയസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു പക്ഷേ 4 ആകാം, 5 ആകാം. അങ്ങനെ അത് ഇറ്റ് മേ ചേഞ്ച്. ബട്ട് ഈ 3.14 എന്നുള്ള പൈയുടെ വാല്യൂ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൽ വേറൊന്നായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് വേരിയബിൾ, എന്താണ് ലിറ്ററൽ, എന്താണ് കോൺസ്റ്റൻറ്റ്.
ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. An operator in a programming language is a symbol that is used to perform specific mathematical, relational or logical operations. ഒരു സിമ്പലാണ്. അതിൻ്റെ ഉപയോഗം മാത്തമാറ്റിക്കൽ ആവാം, റിലേഷണൽ ആവാം, ലോജിക്കൽ ഓപ്പറേഷൻ ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സിമ്പലിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ്: അരിത്തമെറ്റിക്, ലോജിക്കൽ ആൻഡ് റിലേഷണൽ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഓപ്പറേറ്റേഴ്സാണ് ഞാനീ പറഞ്ഞത്. ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. Arithmetic operators are used to perform arithmetic or mathematical operations on operands. അതിലുള്ള സിമ്പിൾസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അത് ഒരു ടേബിളിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ സിമ്പിൾ പ്ലസ് ആണ്. നമുക്കറിയാം അഡിഷന് വേണ്ടിയിട്ട് എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് വൺ മൈനസ്, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് എക്സ് മൈനസ് വൈ. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിളാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇൻറ്റു മാർക്കാണ്. ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുമ്പോഴേക്കും അത് ആസ്ട്രിക് ആണ് മൾട്ടിപ്ലിക്കേഷന്. എക്സ് സ്റ്റാർ വൈ. നെക്സ്റ്റ് വൺ ബാക്ക് സ്ലാഷ്, യൂസ്ഡ് ഫോർ ഡിവിഷൻ, എക്സ് ബൈ വൈ. നെക്സ്റ്റ് വൺ മോഡുലസ്. പെർസെൻറ്റേജ് സിമ്പിളാണ് മോഡുലസ്. മോഡുലസിൻ്റെ ഉദ്ദേശം റിമൈൻഡർ ഓഫ് ഡിവിഷൻ ആണ്. സാധാരണ നമ്മൾ പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിക്കുന്നത് പെർസെൻറ്റേജ് കാണാനാണ്. ഇവിടെ ആ ഒരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഒന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു 10% 2. ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന വാല്യൂ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എക്സിന് ഉണ്ടാകാൻ പോകുന്ന വാല്യൂ 0 ആയിരിക്കും. അതായത് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ശിഷ്ടം റിമൈൻഡർ ഓഫ് 10/2 അതാണ് എക്സിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദറ്റ് ഈസ് ഈക്വൽ ടു 0. അടുത്ത നമുക്ക് നോക്കാം റിലേഷണൽ ഓപ്പറേറ്റർ. ആൻ ഓപ്പറേറ്റർ ദാറ്റ് ടെസ്റ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 items or entities and it can check equality and inequalities of 2 data items. അതായത് 2 ഡാറ്റ ഐറ്റംസിൻ്റെ റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇക്വാളിറ്റിയോ ഇൻഇക്വാളിറ്റിയോ എല്ലാം ഈ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾ ഈക്വൽ സൈൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ സിമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഇക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഈക്വൽ സൈനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂസേജ് എക്സ് ഈക്വൽ ടു വൈ, അത് എക്സും വൈയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അടുത്തത് നോട്ട് ഈക്വലിൻ്റെ സിമ്പിൾ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു, എക്സ് നോട്ട് ഈക്വൽ ടു വൈ, വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഈക്വൽ, അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ചെക്ക് വെദർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഓഫ് വൈ. അതിന് നേരെ ഓപ്പോസിറ്റാണ് അടുത്തത് ലെസ് ദാൻ, എക്സ് ലെസ് ദാൻ വൈ, ചെക്സ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് വൈ. നെക്സ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ചെക്സ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ വാല്യൂ ഓഫ് വൈ. ആൻഡ് ലാസ്റ്റ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ മീൻസ് it checks the value of x is less than or equal to the value of y. Next one, logical operators. They works on Boolean values. Boolean means true or false values. They allows programs to make a decision based on some conditions. നമുക്ക് ഏതെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ് ഇറ്റ് ചെക്സ് ദ കണ്ടീഷൻസ് ആൻഡ് ഇവാലുവേറ്റഡ് ടു എ ട്രൂ ഓർ ഫോൾസ് വാല്യൂ. കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ലോജിക്കൽ ആൻഡ്, 2 ആംപർസാൻഡാണ് അതിൻ്റെ സിമ്പിൾ. പിന്നീട് ലോജിക്കൽ ഓർ, അത് വെർട്ടിക്കൽ ബാർ, 2 വെർട്ടിക്കൽ ബാർ.
ആൻഡ് ലാസ്റ്റ് വൺ ലോജിക്കൽ നോട്ട്, അത് എക്സ്ക്ലമേഷനാണ്. ടേബിൾ നമുക്ക് നോക്കാം. ലോജിക്കൽ ആൻഡ് അതിൻ്റെ യൂസേജ് എക്സ് ആമ്പർസാൻഡ് വൈ. അത് റീഡ് ചെയ്യുന്ന എക്സ് ആൻഡ് വൈ എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും ബോത്ത് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഷുഡ് ബി ട്രൂ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സിൽ പറയുന്നൊരു കണ്ടീഷനും വൈയിൽ പറയുന്ന കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഓപ്പറേറ്റർ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. അടുത്തത് വെർട്ടിക്കൽ ബാർ, അതായത് ലോജിക്കൽ ഓർ, എക്സ് ഓർ വൈ. ഇത് ഐദർ ദ വാല്യൂ ഓഫ് എക്സ് ഓർ ദ വാല്യൂ ഓഫ് വൈ ട്രൂ ആയിരിക്കും. അടുത്തത് ലോജിക്കൽ നോട്ട്, അത് എക്സ്ക്ലമേഷനാണ്. അത് ഒരു ഓപ്പറാൻഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എക്സ്ക്ലമേഷൻ എക്സ് ഓർ എക്സ്ക്ലമേഷൻ വൈ, അതായത് നോട്ട് എക്സ് ഓർ നോട്ട് വൈ. ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓപ്പറാൻഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. ഓപ്പറാൻഡിൻ്റെ മീനിങ്, എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാൽ എക്സിനെയും വൈനെയുമാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അതിന് നടുക്കുള്ള പ്ലസ് സിമ്പൽ ഓപ്പറേറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാറ്റ ടൈപ്സ്. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡാറ്റ. That is, a data type represents the type of data that we can process in our computer program. അപ്പോൾ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്സ് പറയാം. ന്യൂമറിക്, ക്യാരക്ടർ, സ്ട്രിങ്, ബൂളിയൻ, ഡേറ്റ്, എക്സെട്ര. ഇതുകൂടാതെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള പർട്ടിക്കുലർ ഇതിൻ്റെ സബ്ബായിട്ട് വരുന്ന, ഈ ഓരോന്നിൻ്റെയും സബ്ബായിട്ട് വരുന്ന മറ്റ് ഡാറ്റ ടൈപ്പുകളും ഉണ്ടാകും. ഇത് ഞാൻ ഇന്ന് നമ്മൾ കണ്ട ഓരോ കാര്യവും കോമൺ ഏതൊരു ലാംഗ്വേജിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടേംസ്, അതും വളരെ ബേസിക് ടേംസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് വളരെ സിമ്പിളാക്കിയാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.